ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് നൈഫ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു ഓപ്ഷൻ ട്രേഡർ പാലിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങളാണ്. ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ഏതൊരു സ്ട്രാറ്റജി പഠിച്ചോ അല്ലെങ്കിൽ എത്ര വലിയ ക്യാഷ് കൊടുത്തിട്ട് കോഴ്സ് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ ഓപ്ഷൻ ട്രേഡിങ്ങിൽ ഒരിക്കലും സക്സസ് ഇല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരുപാട് കാലം എനിക്ക് ആ കാര്യമൊക്കെ തിരിച്ചറിയുമ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞിരുന്നു ട്രേഡ് ചെയ്തിട്ട്, ഒരുപാട് പണവും നഷ്ടപ്പെട്ടിരുന്നു. അപ്പം തുടക്കക്കാർക്ക് അല്ലെങ്കിൽ 1-2 മാസമായവർക്ക്, അല്ലെങ്കിൽ 4-5 മാസമായവർക്ക് എന്താണ് ലോസ് വന്നിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, ഓപ്ഷൻസ് ബൈയിങ് ആയാലും സെല്ലിങ് ആയാലും. അപ്പോൾ അത്തരം ആളുകൾ എന്താണ്, ഈ ഒരു കാര്യം ഇപ്പോഴെങ്കിലും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഞാൻ ഫോളോ ചെയ്യാറുണ്ടോ എന്ന് ആദ്യം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് വ്യക്തമായിട്ട് ക്ലിയർ ആവുക. എന്നിട്ട് അത് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ, അല്ലെ എന്തുകൊണ്ടാണ് പറ്റാത്തത്, എനിക്കത് പറ്റാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ എന്ന കാര്യം ഉറപ്പാണ്. കാരണം നിങ്ങളുടെ ക്യാഷ് ഓൾറെഡി കുറച്ച് പോയിട്ടുണ്ട് എങ്കിൽ വീണ്ടും നമ്മൾ എന്താണ്, നമ്മുടെ ക്യാഷ് വീണ്ടും വീണ്ടും പോവുകയുള്ളൂ. കാരണം ഞാൻ ചെയ്യുന്നത് എന്തോ ഒരു ശരിയാവാത്തതുണ്ടല്ലോ, എനിക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടായിരിക്കും എൻ്റെ ക്യാഷ് പോകുന്നത്. അപ്പോൾ ഇനിയും ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, വീണ്ടും എൻ്റെ ക്യാപിറ്റൽ കുറയും. എന്താണ്, എൻ്റെ ക്യാപിറ്റൽ 0 ആയി പോകുന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം തിരിച്ചറിയാം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്ന് നിങ്ങൾ ആദ്യം തീരുമാനിക്കുക. എന്നിട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുക. അപ്പം വീഡിയോ മുഴുവനായിട്ടും ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഓപ്ഷൻ ട്രേഡർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ പഴയ കാര്യങ്ങൾ നമ്മൾ മറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ പണ്ട് ട്രേഡ് ചെയ്ത് എനിക്ക് 40,000 ലോസ്, അല്ലെങ്കിൽ 1 lakh ലോസ്, അല്ലെങ്കിൽ 10,000 ലോസ്, അല്ലെങ്കിൽ 2 lakh ലോസ്, അങ്ങനെ ഒരുപാട് ലോസ് വന്ന ആളുകളുണ്ടാവും അല്ലേ. നമ്മുടെ പഴയ കാര്യങ്ങൾ അവിടെ വെക്കുക. അത് ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദ പാസ്റ്റ്. ഇനി നിങ്ങൾ ആ കാര്യം ആലോചിച്ച് ട്രേഡ് ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾ പണ്ട് ഈ തലേ ദിവസം നിങ്ങൾക്കൊരു 10,000 രൂപ ലോസ് വന്നാൽ നെക്സ്റ്റ് ഡേ നിങ്ങളുടെ ശ്രദ്ധ എന്താണ്, ആ ഒരു മൈൻഡിൽ നിങ്ങളുടെ എപ്പോഴും വരുന്ന എന്താണ്, ആ 10,000 രൂപ ലോസ് ആയല്ലോ, ഇനി അതെങ്ങനെ ട്രേഡ് ചെയ്ത് പിടിക്കാം. അപ്പോൾ നിങ്ങളുടെ പൊസിഷൻസ് ആയിട്ട് നിങ്ങൾ ഒരു ലോട്ട് എടുക്കുന്ന ആളാണ്, ചിലപ്പോൾ 2 ലോട്ടോ 3 ലോട്ടോ, ചിലപ്പോൾ 5 ലോട്ടോ 10 ലോട്ടോ ചെയ്യും. നിങ്ങൾക്കൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല അപ്പോൾ എന്നുള്ള സത്യമാണ്. അപ്പം നമ്മൾ ഒരു ട്രേഡിങ് അപ്പം നിങ്ങൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, തലേ ദിവസം 10,000 ഉള്ള ലോസ് ചിലപ്പോൾ പിറ്റേ ദിവസം എന്താണ്, ചിലപ്പോൾ 20,000 30,000 വരാം. ഇതൊരു പ്രോബബിലിറ്റി, ഇതൊരു 90% ഇങ്ങനെ മാത്രമേ സംഭവിക്കുള്ളൂ. പലർക്കും സംഭവിച്ച എക്സ്പീരിയൻസും ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. അപ്പോൾ ഇനി നിങ്ങൾ ഒരു ട്രേഡിങ് തുടങ്ങുമ്പോൾ നാളെ മുതൽ ഫ്രഷ് ആയിട്ട് എല്ലാം മറന്നിട്ട് പുതിയതായിട്ട് തുടങ്ങുക എന്നല്ല പറഞ്ഞാൽ, ഈ പറയുന്ന 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ ഫോളോ ചെയ്യാൻ കഴിയുന്നത് അന്ന് മുതൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു ട്രേഡിങ് തുടങ്ങുമ്പോൾ ആദ്യം ഫസ്റ്റായിട്ട് ഇന്ന് മുതൽ ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്, ഇത് എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതുവരെ പോയത് നിങ്ങൾ മറക്കുക. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും അറിയാൻ പറ്റിയ പല എക്സാമ്പിൾ, ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ കളിയിൽ സഞ്ജു സാംസൺ അറിയില്ല, കേരളത്തിൻ്റെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനാണ്, ഇന്ത്യൻ ടീമിൽ പ്ലെയറാണ്. പക്ഷേ പുള്ളിയുടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ചിലപ്പോൾ ഒരു 3 കളിയിൽ ഫോം ഔട്ട് ആവണമെങ്കിൽ ഒരു 4ാമത്തെ ഗെയിം വരുമ്പോൾ പുള്ളിയുടെ എന്താണ്, ഗെയിമിൻ്റെ സ്റ്റൈൽ തന്നെ മാറും. കുറച്ചും കൂടി ഡിഫെൻസീവ് ഗെയിമായിട്ട് കളിക്കും. അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ പുള്ളിയുടെ ഗെയിമിൽ ശരിക്കും കാണാം, ഒരു പ്രഷറാണത്. ചിലപ്പോൾ 3 കളി നമുക്ക് എന്താണ് ഫോം ആവാൻ പറ്റിയില്ല, അപ്പോൾ 4ാമത്തെ കളിയിൽ എനിക്ക് എങ്ങനെ ഫോം ആവണം എന്ന ആ ചിന്ത വരുമ്പോൾ കുറേ ഡിഫെൻസീവ് ഗെയിം കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഔട്ടാവും. എന്താ വെച്ചാൽ പുള്ളിയുടെ ശൈലിയല്ല അത്, പുള്ളിയുടെ ടെൻഷനാണ് പുള്ളിയെ കൊണ്ട് അത്തരം പ്രവൃത്തികൾ ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ രാജസ്ഥാൻ റോയൽസിൽ കളിക്കുമ്പോൾ പലപ്പോഴും ആ ഒരു ഫോം ഇന്ത്യൻ ടീമിലെത്തുമ്പോൾ എന്താണ് കിട്ടാറില്ല. അല്ല, പുള്ളിക്ക് മാത്രമല്ല ഒരുവിധം പ്ലെയേഴ്സിന് പലർക്കും നമുക്ക് അറിയാം. കാരണം എന്താണ്, ആ ഒരു സമയത്തുള്ള പ്രഷർ വളരെ കൂടുതലാണ് അല്ലേ. കാരണം നമ്മൾ നാഷണൽ ടീമിലാണ് കളിക്കുന്നത്, ഫോം ഇല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് പുറത്താണ്. കാരണം ഒരുപാട് പ്ലെയേഴ്സ്, ടാലൻറ്റഡ് പ്ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രഷർ മൈൻഡിലുള്ളതുകൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ നോർമൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ ആ ഒരു പോരായ്മ ഈ ട്രേഡിങ്ങിലുണ്ട്. നമ്മുടെ ടെൻഷനാണ്, പഴയ ദിവസം വന്ന ലോസിൻ്റെ ടെൻഷൻ വന്നിട്ട് നമുക്ക് ഒരിക്കലും എന്താണ് പ്രോഫിറ്റിലെത്താൻ പറ്റില്ല, ഒരു ലോസിൻ്റെ അളവ് കൂട്ടാനേ പറ്റുള്ളൂ. ഓക്കെ, എന്നാൽ നിങ്ങൾക്കറിയാം സഞ്ജു സാംസൺ ഒരു 2 ഗെയിം ഫോം ആയാൽ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈൽ അറ്റാക്കിംഗ് ഗെയിം തന്നെ പിന്നെ അടുത്ത കളിയിലും വരും. നല്ല കളി കാണാൻ നല്ല രസമാണ്, ഫോമിലും ആയിരിക്കും. നമ്മളൊരു ഫോം വന്നു കഴിഞ്ഞാൽ
ആ ഒരു കൂളായിട്ട് ഗെയിം കളിക്കാനും കഴിയും. അതാണ് നമ്മൾ ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കും ഈസി ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. പക്ഷേ അതിന് നിങ്ങൾ പഴയ ട്രേഡുകൾ മറക്കുക, ഫ്രഷ് ആയിട്ട് തുടങ്ങുക, അങ്ങനെ ചെയ്യുക. ഓക്കെ, സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര ടാലൻറ്റഡ് പ്ലെയറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ് ആ അഗ്രസീവ് ഗെയിം കാണാൻ. അപ്പം പുള്ളി ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മനസ്സിലാക്കാനുള്ളൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാര്യം പഠിച്ചു നമ്മുടെ പഴയ കാര്യം നമ്മൾ ശ്രദ്ധിക്കില്ല. ഇനി ട്രേഡ് ചെയ്യുമ്പോൾ ഫ്രഷ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇതിനെ നമ്മൾ എന്തായിട്ട് കാണണം? ഒരു ജോലിയായിട്ട് കാണണം. ഒരു ജോലിയായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ടോ കാണണം, ഒരു ബിസിനസ്സായിട്ടോ കാണണം. നമുക്കറിയാം, ഏതൊരു ജോലിയിൽ നിന്നും ഒരു ഡീസൻ്റ് എമൗണ്ടേ നമുക്കൊരു സാലറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്സിൽ നിന്നും നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിൽ നിന്ന് ഭയങ്കരമായ നമ്മൾ മുടക്കിയ ക്യാപിറ്റലിൻ്റെ ഒരുപാട് ശതമാനം ഒരു ബിസിനസ്സിൽ നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം സത്യമാണ്, അല്ലേ? പക്ഷേ പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്നത് എൻ്റെ കയ്യിൽ 1 ലക്ഷം ഉണ്ട്, എനിക്ക് ഒരു മാസം കൊണ്ട് അത് 2 ലക്ഷമാക്കണം, 3 ലക്ഷമാക്കണം. ആ ചിന്താഗതിയിലാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിനെ സമീപിക്കുന്നത്. ആ 1 ലക്ഷം പോകാൻ ചിലപ്പോൾ ഒറ്റ മാസം കൂടെ വേണ്ടി വരില്ല എന്നുള്ള കാര്യമാണ് സത്യം, അല്ലേ? പലർക്കും അനുഭവം ഉണ്ടാവും. അപ്പം നമ്മളെപ്പോഴും നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ചറിയേണ്ടത് ആദ്യത്തെ കാര്യം, ഇതൊരു ബിസിനസ്സാണ്. ഒരു ബിസിനസ്സിൽ നമുക്ക് ഒരു ഡീസൻറ്റ് എമൗണ്ടേ റിട്ടേൺസ് കിട്ടുകയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമ്മൾ നോർമൽ ബിസിനസ് ചെയ്യരുത്, അല്ലേ? നമ്മൾ വല്ല കള്ളക്കടത്തോ അല്ലെങ്കിൽ പിന്നെ മര്യാദക്കുള്ള ബിസിനസ്സിൽ നിന്ന് ഇത്രേ കിട്ടുള്ളൂ എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. കാരണം ഇതൊരു ഒരു മര്യാദക്ക് പോകുന്നൊരു ബിസിനസ്സാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം ഒരു ജെന്യൂനായ ബിസിനസ്സാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അത്രക്കുമേ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 5 to 10% ഒക്കെ നമ്മുടെ ക്യാപിറ്റലിലെ മാസത്തിൽ നമുക്ക് നമ്മുടെ ഒരു പ്രതീക്ഷയിൽ അത്രേ വരാൻ പറ്റുള്ളൂ. അതെല്ലാ മാസവും അങ്ങനെ കിട്ടണമെന്നല്ല. ചില മാസം 15% കിട്ടുന്ന മാസം ഉണ്ടാകും, ചില മാസങ്ങളിൽ നമുക്കൊന്നും കിട്ടില്ല. കാരണം നമ്മുടെ സ്ട്രാറ്റജികൾ വർക്ക് എല്ലാ ടൈമിലും ചെയ്യണമെന്ന് ഉറപ്പില്ല, അല്ലേ? ഇതൊരു പ്രോബബിലിറ്റി ഗെയിമാണ്. ഈ ഒരു പ്രോബബിലിറ്റി ഗെയിമിൽ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് തന്നെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ ഫോളോ ചെയ്താൽ നമുക്ക് സക്സസ് ഉണ്ടാവും. ട്രേഡിങ് നാളെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ മൈൻഡിൽ നമ്മൾ ആദ്യം ചിന്തിക്കുക, നാളെ എനിക്ക് അത്ര ലാഭം ഉണ്ടാക്കണം, 10 ലോട്ട് എടുക്കണം, 20 ലോട്ട് എടുക്കണം, എന്നിട്ട് 50,000 ഉണ്ടാക്കണം, 1 ലക്ഷം ഉണ്ടാക്കണം എന്നുള്ളതാണ്. അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പം വരുന്നു അപ്പം അത് കട്ട് ചെയ്യുക. അത്തരം ചിന്തകളാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമത്തെ കാര്യം നമ്മൾ റൂളുകൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാം, ഒരുപാട് സ്ട്രാറ്റജികൾ പഠിച്ചിട്ടുണ്ടാവും. യൂട്യൂബിൽ നോക്കി പല സ്ട്രാറ്റജികൾ പഠിച്ച ആളുകളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും കോഴ്സ് ചെയ്തിട്ട് ഒരുപാട് സ്ട്രാറ്റജികൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? പക്ഷേ ഇത്തരം സ്ട്രാറ്റജികളൊന്നും ഒരിക്കലും നിങ്ങളെ രക്ഷിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സ്ട്രാറ്റജികൾ എല്ലാവർക്കും യൂട്യൂബിൽ ചെക്ക് ചെയ്തോ അല്ലെങ്കിൽ ക്ലാസ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഈ സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് മെയിൻ. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ പല വീഡിയോയിലും കേട്ടാണ് റിസ്ക് റിവാർഡ്. ഇതാണ് ഇതിൻ്റെ 99% റിസ്ക് റിവാർഡും നമ്മുടെ സൈക്കോളജിയാണ് ട്രേഡിങ്ങിലെ നിങ്ങൾ വിജയിക്കുന്നതിന് തീരുമാനിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഒരു റിസ്ക് റിവാർഡ് എന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. അത് ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കത് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയില്ലേ? ഇനി നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ട്രേഡിങ് ഇനി കണ്ടിന്യൂ ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങളുടെ ലോസ് കൂടുകയുള്ളൂ. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ റിസ്ക് റിവാർഡും സൈക്കോളജിയും എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ, ആ കാര്യങ്ങൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ, എൻ്റെ ട്രേഡിങ്ങിൽ എനിക്ക് കൺട്രോൾ വരുത്താൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയിട്ടും ശ്രമിച്ചിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ് ശരിക്കും കണ്ടിന്യൂ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ലോസ് കൂടുകയുള്ളൂ, ഉറപ്പാണ്, 100%. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു റിസ്ക് റിവാർഡിനെ കുറിച്ച് പറയുമ്പോൾ ഓരോ ഓപ്ഷൻ ബയറുടെ വിന്നിങ് പ്രോബബിലിറ്റി എത്രയാണ്? 33% ആണ് നമുക്കറിയാം, അല്ലേ? അതുപോലെ ഒരു ഓപ്ഷൻ സെല്ലർക്ക് ഒരു 66% വിന്നിങ് പ്രോബബിലിറ്റി ഉണ്ട്, അല്ലേ? ഒരു ഓപ്ഷൻ ബയർ മാർക്കറ്റ് അദ്ദേഹം വിചാരിക്കുന്ന ഡയറക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അദ്ദേഹത്തിന് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു ഓപ്ഷൻ സെല്ലർക്കോ അദ്ദേഹം വിചാരിക്കുന്ന ഡയറക്ഷനിൽ പോവാതെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലിരുന്നാലോ അല്ലെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്ന ഏരിയയിലേക്ക് പോയാലോ രണ്ട് സമയത്തും അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഓപ്ഷൻ സെല്ലർക്ക്, അല്ലേ?
അദ്ദേഹത്തിന് ലോസ് വരുന്നത് എപ്പോഴാണ്? അദ്ദേഹം വിചാരിക്കുന്നതിന് എഗെയിൻസ്റ്റ് മാർക്കറ്റ് പോകുമ്പോൾ മാത്രമാണ് ഒരു ഓപ്ഷൻ സെല്ലർക്ക് ലോസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ, ഒരു ഓപ്ഷൻ ബയ്യിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മിനിമം 1:3 പ്രോഫിറ്റ് വരുന്ന സമയങ്ങളിൽ മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സപ്പോർട്ടിൽ നിന്ന് ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു സപ്പോർട്ടിൽ മാർക്കറ്റ് നിൽക്കുമ്പോൾ നിങ്ങളൊരു ട്രേഡ്, ഒരു ബൈ എൻട്രി നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക, ഒരു ഓപ്ഷൻ ബൈ. അപ്പോൾ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഒരു 30 പോയിൻ്റ് ആണെന്ന് വിചാരിക്കുക. മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? 90 എനിക്ക് ടാർഗറ്റ്, 90 മിനിമം നിങ്ങൾ ടാർഗറ്റ് എനിക്ക് വെക്കാൻ പറ്റുന്നുണ്ടോ? അല്ല അടുത്ത റെസിസ്റ്റൻസിൻ്റെ എത്തുമ്പോഴേക്കും 90 എനിക്ക് പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ആ ട്രേഡിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക. അതായത് 1:3 നിങ്ങൾക്ക് കിട്ടണം. കാരണം നിങ്ങൾക്കറിയാം ഒരു ഓപ്ഷൻ ബയർ എന്താണ്, ഒരു 3 ട്രേഡ് ചെയ്താൽ അദ്ദേഹത്തിന് ഒരു ട്രേഡിലേ വിജയിക്കാനുള്ള സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ എന്താണ്, ഒരു ട്രേഡിൽ നിങ്ങൾക്ക് 3 ഇരട്ടി കിട്ടിയിട്ട് മറ്റ് 2 ട്രേഡിൽ ഓരോ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലോസ് ആയാലും എന്താണ്, നിങ്ങൾക്ക് ടോട്ടലി ഒരു 1 എക്സ്ട്രാ പ്രോഫിറ്റ് ഉണ്ടാവും. മനസ്സിലായി? അതായത് ഇപ്പോൾ നിങ്ങൾ 3 ട്രേഡ് ചെയ്യാണ് അല്ലേ? ഫസ്റ്റത്തെ 2 ട്രേഡിൽ നിങ്ങൾക്ക് 1% വെച്ച് ലോസായി. പക്ഷേ മൂന്നാമത്തെ ട്രേഡിൽ നിങ്ങൾക്ക് 3% കിട്ടി. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് 1% എന്നാലും പ്രോഫിറ്റിലാണ്. അങ്ങനെയാണ് നമുക്ക് ലോങ്ങർ റണ്ണിൽ ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റിലെത്താൻ പറ്റുള്ളൂ. പക്ഷേ പലർക്കും സംഭവിക്കുന്നതാണ്, അവരെന്താണ് പെട്ടെന്ന് നമ്മുടെ എത്രയാണ് സ്റ്റോപ്പ് ലോസ് വെച്ച് ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ട്രേഡ് കട്ട് ചെയ്യും. അത്ര 1-2 ട്രേഡിൽ കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് എന്താണ് ലോങ്ങർ റണ്ണിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് നിങ്ങൾ ഫോളോ ചെയ്യണം. ഇത്ര ഏരിയകൾ വരുമ്പോൾ മാത്രമേ നമ്മൾ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ ഒരു ഓപ്ഷൻ സെല്ലർക്ക് എന്താണ്, മിനിമം ഒരു 1:2 ടാർഗറ്റ് കിട്ടുക, അല്ലെ 1:1 കിട്ടിയാലും കുഴപ്പമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രോബബിലിറ്റി കൂടുതലുണ്ടല്ലേ. അദ്ദേഹത്തിന് എന്താണ് 3 ട്രേഡ് എടുക്കുമ്പോൾ 2ലും സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിന് 1:1 എടുത്താലും 1:2 എടുത്താലും ഓക്കെയാണ്. 1:1 എടുത്താലും അദ്ദേഹത്തിന് എന്താണ് പ്രോഫിറ്റിലായിരിക്കും എൻഡ് ഓഫ് ദി ഡേ. അപ്പോൾ ലോങ്ങർ റണ്ണിൽ പ്രോഫിറ്റ് ആവണമെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക, ശ്രമിച്ചു നോക്കുക. വീണ്ടും പലരും കേട്ടിട്ടുണ്ടാവും, എന്നിട്ട് ശ്രമിക്കാൻ പറ്റാത്തവരുണ്ടാവും. പക്ഷേ ഇനി നിങ്ങൾ അങ്ങോട്ട് ചെയ്യുമ്പോൾ ഇത് ശ്രമിക്കുക. ഓക്കെ, ഇത് ശ്രമിച്ചിട്ട് ഇതിൽ സക്സസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻ ട്രേഡിംഗ് തുടരുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അതുപോലെ നിങ്ങൾ അടുത്തൊരു റൂൾ വെക്കേണ്ട കാര്യം എന്താണ്, എനിക്ക് ഒരു ദിവസം, ഇപ്പം ഞാൻ ഫസ്റ്റത്തെ 2 ട്രേഡ് എടുത്തു അല്ലേ, 2 ട്രേഡിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇട്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്, നമ്മുടെ റിസ്ക് റിവാർഡ് വരുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് നമ്മളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ടായി കഴിഞ്ഞു. ആ ഒരു സ്റ്റോപ്പ് ലോസ് എന്താണ്, എൻ്റെ ഒരു ക്യാപിറ്റലിൻ്റെ 1% മാക്സിമം 1 അല്ലെങ്കിൽ 2% മുകളിലേക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ നോക്കുക, എത്ര ലോട്ട് എടുത്താലാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 2% താഴെ നമുക്ക് വരുന്നതെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ട്രേഡ് എടുത്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടായി, നമുക്ക് 1% അല്ലെങ്കിൽ 2% താഴെ നമുക്ക് ലോസ് വന്നു എന്ന് എഴുതുക. പിന്നെ നമ്മൾ ചാടി കീറി അടുത്ത ട്രേഡ് എടുക്കരുത്. നമ്മൾ എടുക്കുന്നത് മീൻസ് നമ്മൾ അവസരങ്ങൾ വരുമ്പോൾ എടുക്കുക. നമ്മൾ നല്ല റിസ്ക് റിവാർഡ് വരുന്നുണ്ടോ, നമ്മൾ പഠിച്ച സ്ട്രാറ്റജിയിൽ ട്രേഡ്, ആ ഒരു ഏരിയയിൽ ട്രേഡ് വരുന്നുണ്ടോ നോക്കുക, എന്നിട്ട് എടുക്കുക. കാരണം ഒരു ട്രേഡ് ലോസായ നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യൻ്റെ മൈൻഡിൽ, നമ്മുടെ ട്രേഡേഴ്സിൻ്റെ മൈൻഡിൽ ആദ്യം വരുന്ന, ബിഗിനേഴ്സിന് വരുന്നത് എന്താ വെച്ചാൽ, വീണ്ടും പെട്ടെന്ന് നമ്മുടെ ആ ലോസായ സൈഡിലേക്ക് തന്നെ പെട്ടെന്ന് ട്രേഡ് എടുത്തിട്ട് നമുക്ക് വീണ്ടും പെട്ടെന്ന് അത് നഷ്ടം തിരിച്ച് പിടിക്കാൻ നോക്കുക. അതല്ല, അവസരങ്ങൾ വരുമ്പോൾ വീണ്ടും ഒരു ട്രേഡ് ചെയ്യുക, നല്ല വാച്ച് ചെയ്യുക, നല്ല അവസരമാണെങ്കിൽ ട്രേഡ് എടുക്കുക. ഓക്കെ, ആ ഒരു ട്രേഡിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി എന്ന് കരുതുക, അന്നത്തെ ദിവസം നമ്മൾ പിന്നെ ട്രേഡ് ചെയ്യില്ല. ആ കാര്യം നിങ്ങൾ ഉറപ്പിക്കുക. ട്രേഡ് അന്ന് ചെയ്യരുത്. പിന്നെ ട്രേഡ് ചെയ്താൽ വീണ്ടും ലോസ് വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 2 സ്റ്റോപ്പ് ലോസ് ഹിറ്റായോ ട്രേഡ് സ്റ്റോപ്പ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മാർക്കറ്റ് വാച്ച് ചെയ്യുക, ട്രേഡ് ചെയ്യരുത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഓക്കെ, ഇതൊരു വെരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ലോസ് വന്നാൽ ഉറപ്പാണ് കൂടുതൽ ലോസിലേക്ക് എത്താനേ അത് എത്തുള്ളൂ. പലരുടെ അനുഭവങ്ങളുണ്ടായിരിക്കും, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്, നമ്മൾ കാര്യങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക. എന്നും ചെയ്യുന്ന കാര്യങ്ങൾ കീപ്പ് ചെയ്ത് വെക്കുക. ഒരു എക്സൽ ഷീറ്റിലോ അല്ലെങ്കിൽ നോട്ട്ബുക്കിലോ എന്തെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. ഇന്ന് ഞാൻ എത്ര മണിക്കാണ് ട്രേഡ് എടുത്തത്, എന്താണ് കോൾ ഓപ്ഷൻ ബൈ ചെയ്താണോ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ സെല് ചെയ്താണോ, പുട്ട് ഓപ്ഷൻ ആണോ, എന്താ ചെയ്തതെന്ന് ഒരു കോളത്തിൽ എഴുതുക. അതുപോലെ എത്രയായിരുന്നു എൻ്റെ എൻട്രി പ്രൈസ്, എൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, എൻ്റെ ടാർഗറ്റ് എത്രയായിരുന്നു, സ്റ്റോപ്പ് ലോസ് ഹിറ്റായോ ടാർഗറ്റ് ഹിറ്റായോ,
നിഫ്റ്റിയിലാണോ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണോ ട്രേഡ് എടുത്തത് എന്നൊക്കെ നമ്മൾ എന്താ എഴുതി വെക്കുക, അല്ലെങ്കിൽ എക്സലിൽ കീപ്പ് ചെയ്യുക. എക്സലിൽ ഓരോ കോളത്തിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കുന്നവർക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ട്രേഡ് എടുക്കാൻ ഞാനുണ്ടായ കാരണം എന്താണെന്നുള്ളൊരു കോളത്തിൽ വെക്കുക. ഇത് ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നപ്പോൾ എടുത്തതാണോ, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലെവലിൽ മാർക്കറ്റ് എത്തിയപ്പോഴാണോ ഞാൻ ഈ ട്രേഡ് എടുത്തത്, ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അത് നോട്ട് ചെയ്യുക. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ട്രേഡ് എടുത്ത സമയത്ത് എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു, എൻ്റെ മൈൻഡിൽ എന്താണ്, അത് ലോസ് ആയപ്പോൾ എൻ്റെ മൈൻഡിൽ എന്തായിരുന്നു എന്നുള്ള കാര്യം കൂടി നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്താ വെച്ചാൽ, ഈ എഴുതി വെക്കുന്ന കാര്യം വീക്കിലി ഒക്കെ ഒന്ന് വിശകലനം ചെയ്യുക. എനിക്ക് ഈ ആഴ്ചയിൽ സംഭവിച്ചത് എന്തായിരുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എൻ്റെ പ്രോബ്ലംസ്, അല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് മാത്രമാണെന്ന് വെച്ചാൽ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും, നമ്മുടെ ഓവർ ട്രേഡുകളെ കുറക്കാനും പറ്റും. ഇപ്പം നിങ്ങൾക്കറിയാം, പലപ്പോഴും നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും, നമ്മൾ ട്രേഡ് ചെയ്ത് ഒരുപാട് ലോസ് വന്ന സമയത്ത് നമ്മൾ വീണ്ടും 10ഉം 20ഉം ട്രേഡും 30ഉം ട്രേഡൊക്കെ ചെയ്ത ദിവസങ്ങളുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് സംഭവിക്കരുത് അല്ലേ. അതിന് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ എന്താണ്, നമ്മുടെ മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും, ഇനി ട്രേഡ് എടുക്കില്ല, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, നമ്മൾ 2 ലോസ് വന്നാൽ ഈ ട്രേഡ് എടുക്കില്ല, നമ്മുടെ റൂൾ അതാണ്. അങ്ങനെ കാര്യങ്ങൾ എന്താണ് നമുക്ക് പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. വെറുതെ ഒരു വീഡിയോ കണ്ടു പോകുന്നതിലല്ല, നമ്മൾ ഇത് ഫോളോ ചെയ്യുമ്പോൾ എന്താണ്, എക്സൽ കീപ്പ് ചെയ്യുക, മറ്റേ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് എന്താണ് പ്രാക്ടിക്കലായി ഇതെല്ലാം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഇത് എഴുതി വെക്കുക, ഇടയ്ക്ക് വിശകലനം ചെയ്യുക. ഓവർ ട്രേഡ് നമുക്ക് ചെയ്യാൻ തോന്നില്ല, കാരണം നമുക്ക് എക്സലിൽ എഴുതുമ്പോൾ അറിയാം ഇനി 2 ലോസ് വന്നു. അത്തരം കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എന്താണ് ഫോളോ ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമ്മൾ ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്താന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനി ട്രേഡ് ചെയ്യുമ്പോൾ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ചു നോക്കുക. ഇത് പറ്റണം, നിങ്ങൾക്ക് പറ്റിയാൽ മാത്രമേ നിങ്ങൾ ഓപ്ഷനിൽ സക്സസ് ആവുന്നുള്ള കാര്യം നിങ്ങൾ 100% മനസ്സിലാക്കി വെക്കുക. ഏതൊരു കോഴ്സ് എടുത്തോ എത്ര ക്യാഷിൻ്റെ കോഴ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് ഒരുപാട് കണ്ടിട്ടോ ഒന്നും ഒരിക്കലും ഓപ്ഷനിൽ നിങ്ങൾ സക്സസ് ആവില്ല. കാരണം എന്താണ്, ഇത് ഫോളോ ചെയ്താൽ മാത്രമേ സക്സസ് ആവുന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ പറ്റും, വലിയൊരു റോക്കറ്റ് സയൻസ് ഒന്നും ഇതിലില്ല, എല്ലാവർക്കും പറ്റും. പക്ഷെ നമ്മുടെ സൈക്കോളജിയും നമ്മുടെ കുറച്ച് കാര്യങ്ങളും ഫോളോ ചെയ്യുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്തരം വീഡിയോകൾ പലർക്കും ഉപകാരപ്രദമാവും. നിങ്ങൾ എന്താണ് വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.